വനിതാ ശിശു ആശുപത്രി ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ജില്ലാ മാസ് മീഡിയ വിങ്ങിന്റെയും ജില്ലാ ടി.ബി യൂണിറ്റിന്റെയും സഹകരണത്തോടെ പൊതുജനങ്ങൾക്കായി ചായക്കടയിൽ നടത്തിയ ബോധവൽക്കരണ പരിപാടി ഏറെ ശ്രദ്ധേയമായി. ആളെടുപ്പിട്ട് തിരിച്ചറിഞ്ഞതുമില്ല. പക്ഷെ രോഗം മൂർച്ഛിച്ച് വെന്റിലേറ്ററിലൊക്കെ കിടന്ന് മരണപ്പെടുകയുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വരുകയും എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എലിപ്പനിന്ന്. ഇത്തിരി വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് നമ്മളുടെ. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും അഴുക്ക് കാണും. അപ്പം മലിനമായ വെള്ളത്തിലും മണ്ണിലും മണ്ണെന്തിനാ മലിനമാകുന്നത്? ഈ പറയുന്ന മൃഗങ്ങളുടെ ഒക്കെ മൂത്രം കലർന്ന് മണ്ണ് അഴുക്കുള്ളതാകും. ഈ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? നമ്മൾ എലിപ്പനിയുടെ പേരിലേ ഉള്ള എലിപ്പനി എന്ന് കേൾക്കുമ്പോൾ എലിപ്പനി. അപ്പൊ നമ്മൾ എലിയാണ് കാരണമെന്ന് മാത്രം വിചാരിക്കേണ്ട. നായ, പൂച്ച, പശു, ആട് ഇവരുടെ ഒക്കെ മൂത്രത്തിൽ നിന്ന് എലിപ്പനിയുടെ രോഗാണുക്കൾ മണ്ണിലും വെള്ളത്തിലും കലർന്നിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെല്ലാം ഇതിനകത്ത് പ്രശ്നമാണ്. വീട്ടിൽ വളർത്തുന്ന മാത്രമല്ല, റോഡിൽ കൂടെ തെരുവ് നായ്ക്കൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ തെരുവ് നായ്ക്കളുടെ മൂത്രത്തിൽ നിന്നാണേലും റോഡില് കുഴികളിലും വെള്ളക്കെട്ടിലും ഒക്കെ രോഗാണുക്കൾ വരും. ഇങ്ങനെ കിടക്കുന്ന രോഗാണുക്കൾ എങ്ങനെയാ നമ്മുടെ കാലിൽ കൂടെ കയറി നമ്മുടെ ശരീരത്തിലെത്തുന്നത്? നമ്മുടെ കാലില് ചെറിയ മുറിവുകൾ, നമ്മുടെ കാലിൽ എങ്ങനെയൊക്കെ മുറിവുകൾ വരാം. ഈ പറയുന്ന പോലെ ചൊറിഞ്ഞു കടിച്ചിട്ട് മുറിവ് വരാം, വെടിച്ചു കീറിയിട്ട് മുറിവ് വരാം. അല്ലാതെ എന്തെങ്കിലും ഇപ്പൊ ചില ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിപ്പോ വാർക്കം പണി ചെയ്യുന്നു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ മാസ് മീഡിയ വിങ്ങിന്റെയും ജില്ലാ ടി.ബി യൂണിറ്റിന്റെയും സഹകരണത്തോടെ ആശുപത്രി പരിധിയിലുള്ള ബീച്ച് വാർഡിലെ ചിന്നപ്പന്റെ ചായക്കടയിൽ പീഡിക തിണ്ണയിൽ കുശലം പറയാം കുറച്ചു കാര്യവും എന്ന പൊതുജനങ്ങൾക്ക് വേറിട്ട ബോധവൽക്കരണ തലങ്ങൾ സമ്മാനിച്ചുകൊണ്ട് വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രധാനമായും എലിപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണത്തോടൊപ്പം കാലിക പ്രസക്തിയുള്ള 100 ടി.ബി ഡേ എലിമിനേഷൻ പരിപാടിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറെ ജനകീയമായി മാറിയ ഈ പരിപാടിക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ഐ ചിത്ര, ജില്ലാ ടി.ബി യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാരി ജേക്കബ്, വനിതാ ശിശു ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് കെ സുധ, എസ് ജയകൃഷ്ണൻ, കെ രമ്യ, എ ജെ സഫീർ, കെ മഞ്ജുഷ, അംബിക എന്നിവർക്കൊപ്പം ആലപ്പുഴ ജില്ലാ ടി.ബി യൂണിറ്റിലെ ജീവനക്കാരായ എം.ആർ. ബീന, വി സിന്ധു, ശരണ്യ ലോറൻസ്, എസ് ഷർബാൻ എന്നിവരും ആശാപ്രവർത്തകരായ റോസമ്മ, ജലജ, സുനിത, ബൈജു, ത്രേസ്യാമ്മ തുടങ്ങിയവരും ഈ പരിപാടിക്ക് നേതൃത്വം നൽകി. ഡോക്ടർ ഹാരി, ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിലെ ഡോക്ടറാണ്. ക്ഷയരോഗത്തെ പറ്റി കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ആർക്കും ഇല്ലെന്ന് അയച്ചാലും ക്ഷയരോഗം ഇപ്പോഴും ഉണ്ടോ? നമ്മുടെ പരിചയത്തിൽ ആർക്കും ക്ഷയരോഗം വന്നിട്ടുണ്ടോ? ആർക്കും വന്നിട്ടില്ല. അതല്ല, അതിന് ഞങ്ങൾ നോക്കാൻ പോയിട്ടില്ലല്ലോ. നമ്മൾ നോക്കാൻ പോകാതെ ഇങ്ങനെ പറയാൻ പറ്റും. എത്ര വർഷം മുന്നെയാണ് ക്ഷയരോഗം വന്നത്? 7 കൊല്ലം കഴിഞ്ഞു. 7 കൊല്ലം കഴിഞ്ഞു. 7 കൊല്ലം കഴിഞ്ഞു. ചേട്ടന്റെ പേരെന്തിന്? യോഹന്നാൻ. ചേട്ടന് വയസ്സ് വയസ്സ് 75ന്റെ മുകളിലുണ്ട്. 15 കൊല്ലം മുന്നേ വന്നു. ഒരു 6 കൊല്ലത്തിന് മുമ്പാണ് വന്നത്. 6 കൊല്ലം മുന്നേ. അതെന്തൊക്കെയായിരുന്നു ലക്ഷണം? മാർക്കിയിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് താഴെ നിൽക്കാവുന്ന രീതിയിലുള്ള ഒറ്റ തുപ്പിലുള്ള കറുപ്പാണ് എടുക്കേണ്ടത്. ഇതെടുത്തതിന് ശേഷം ഇതിന്റെ ബോട്ടിൽ നന്നായിട്ട് അടയ്ക്കുക. 2-3 തവണ തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത് എടുത്ത ശേഷം ഉടനെ നന്നായിട്ട് അടയ്ക്കുക. എന്നിട്ട് നമ്മുടെ എവിടെയാണോ പരിശോധിക്കുന്നത് അവിടെ കൊണ്ടുവന്നാൽ എവിടെയാ മാഡം നമുക്ക് ഇവിടെ പരിശോധിക്കാൻ തരണ്ടേ? നമുക്കിവിടെ ആലപ്പുഴയിൽ ഇവിടെ ഏറ്റവും അടുത്തുള്ളത് നമുക്ക് ജില്ലാ ടി.ബി കേന്ദ്രം, പിന്നെ ജനറൽ ആശുപത്രിയിലുമാണ് നമുക്ക് ഇവിടെ ഏറ്റവും അടുത്തുള്ള സ്ഥാപനങ്ങൾ. ജില്ലാ ടി.ബി കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ രാജകൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ അടുത്ത് കണ്ടല്ലേ? കൊട്ടാരത്തിന്റെ താഴെ